ബ്രോ ഫസ്റ്റ് വണ്ടി നാനോ 2012 സ്റ്റാൻഡേർഡ് CX LX ഏതാ വേരിയന്റ് ഏതാ വരുന്നത്? 2012 LX എന്ന് പറഞ്ഞാൽ അന്നിറങ്ങിയ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയല്ലേ? അതെ, 2 പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ്, AC എല്ലാ കാര്യങ്ങളും വരുന്നില്ലല്ലോ. LX ൽ പവർ സ്റ്റിയറിംഗ് വരുന്നില്ലല്ലോ. പവർ സ്റ്റിയറിംഗ് ഉണ്ട്. ഉണ്ടോ? പിന്നെ അത്യാവശ്യം നീറ്റാണ്. കിലോമീറ്റർ ഒക്കെ എത്ര ഓടിയിട്ടുണ്ടാവും? കിലോമീറ്റർ 72,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. നല്ല വണ്ടിയാണ്, അത്യാവശ്യം നല്ല വണ്ടിയാണ്. ചെറിയ പൈസക്ക് നമുക്ക് കൊടുക്കാം. ടയറൊക്കെ അത്യാവശ്യം നല്ല പോലെ തന്നെ ഉണ്ട്. നല്ല ടയർ, പുതിയ ടയറും കാര്യങ്ങളൊക്കെ. റേറ്റ് എത്ര വരുന്നത് 2012 നാനോന്? 56,000 രൂപ. വെറും 56,000 നമുക്ക് ഇതെടുക്കാം. വെറും 56,000 2012 LX അല്ലേ? സാധാരണ നമ്മള് CX നൊക്കെ കാണുന്ന റേറ്റ് തന്നെയാണ്. നമ്മള് മഹീന്ദ്രന്റെ വാറന്റി ഇപ്പൊ 12 മോഡൽ അതിനെ കൊണ്ട് കിട്ടുന്നുണ്ടാവോ? റോഡ് സൈഡ് അസിസ്റ്റ് കൊടുക്കാം. റോഡ് സൈഡ് അസിസ്റ്റൻസ് 1 ഇയർ വരിക. 1 ഇയർ. കണ്ണൂർ മഹീന്ദ്രയിൽ വന്നൊരു കസ്റ്റമർ ആയിരുന്നു. എങ്ങനെയുണ്ട് ഫീഡ്ബാക്ക് വരേണ്ടത്? നല്ല അടിപൊളിയാണ്. അടിപൊളിയല്ലേ? വിശ്വസിച്ച് വണ്ടി എടുക്കാൻ വേണ്ടി പറ്റും? വിശ്വസിച്ച് വണ്ടി എടുക്കാം. മൺഡേ നമ്മളെ പുതിയ വണ്ടി ഡെലിവറി ആണ്. ഓക്കെ, മൊത്തത്തിൽ സാറ്റിസ്ഫൈഡ് അല്ലേ? മൊത്തത്തിൽ സാറ്റിസ്ഫൈഡ് ആണ്. നമസ്കാരം, ഞാൻ അബി. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് നമ്മളെ കണ്ണൂർ ജില്ലയിൽ തോട്ടട, നേരെ പുറകിൽ കാണുന്നത് സെൻറ്റ് ഫ്രാൻസിസ് EM സ്കൂളാണ്. EM സ്കൂളിലെ തൊട്ടടുത്തുള്ള കോമ്പൗണ്ടിലായിട്ടാണ് നമ്മളെ കണ്ണൂർ മഹീന്ദ്രയുടെ പ്ലാറ്റിനം ഡ്രൈവ് സ്ഥിതി ചെയ്യുന്നത്. പ്ലാറ്റിനം സെലക്റ്റഡ് ആണ് ഈ ഒരു ഷോറൂമിൻ്റെ പേര്. കാരണം സെലക്റ്റഡ് ആയിട്ടുള്ള വണ്ടികളാണ്. കുറച്ച് കളക്ഷൻസ് കാണിച്ചു തരാം. അടിപൊളി റേറ്റുള്ള വണ്ടികളാണ്. കമോൺ. ഫുൾ ഓണിൽ 2018 കുറഞ്ഞ കിലോമീറ്റർ ഓടിയിട്ടുള്ള സ്വിഫ്റ്റ് ഡിസയർ ഉണ്ട്. ഫോക്സ്വാഗൻ്റെ ഡീസൽ വണ്ടി വേണ്ടവർക്ക് കമ്പനി ഹിസ്റ്ററി അടക്കമുള്ള കുറഞ്ഞ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഡീസൽ വണ്ടി ഉണ്ട്. ഇതൊക്കെ ഫുൾ ഓൺ ആണ് കേട്ടോ. ഇപ്പോൾ പെട്രോൾ, പവറിന് പവർ, CVT എന്നുള്ള ട്രാൻസ്മിഷൻ, ഓട്ടോമാറ്റിക്കും വരുന്ന വണ്ടി. ചാൻസ് റേറ്റ് ആണ്. നേരം വണ്ടിക്ക് റേറ്റ് വരുന്നത് ഏകദേശം 13.80 അടുത്താണ്. ഇവിടെ ഈ വണ്ടിക്ക് ചോദിക്കുന്ന റേറ്റ് ഏകദേശം 5 ലക്ഷം രൂപയുടെ അടുത്ത് റേറ്റ് കുറവാണ്. 8,60,000 ചോദിക്കുന്നത്. അത് തന്നെ ഫുൾ ലോഡ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സോ മൂവിങ് ടു ദ വീഡിയോ. അടുത്തൊരു ലോ ബഡ്ജറ്റ് വണ്ടിയായിരുന്നു, പക്ഷേ ഇത് ബുക്കിംഗ് ആണ് ഇപ്പോൾ നിലവിൽ. എത്രയായിരുന്നു റേറ്റ് വന്നത്? 1.80 നമ്മൾ ഇട്ടിരുന്നത്. 1.60 ചെയ്ത് കൊടുത്തു. 2013 വണ്ടി. 2013 ഇയോണ്. ചോദിച്ച റേറ്റ് 1.80 ആണ്. 1.60 കൊടുത്തല്ലേ? വാറന്റി എന്തെങ്കിലും കിട്ടുമായിരുന്നോ? ഇല്ല, റോഡ് സൈഡ് അസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട്. 1 ഇയറാ? 1 ഇയർ റോഡ് സൈഡ് 1 ഇയർ RS കൊടുത്തിട്ട് 1.60 2013 ഇയോണല്ലേ? നല്ല വണ്ടിയായത്. ഒന്നും നോക്കാനല്ലേ, നിങ്ങൾക്ക് എടുത്തുകൊണ്ട് പോവാം. ഓക്കെ, പക്ഷെ അത് കൊണ്ടുപോയി 18-20 റേഞ്ചിൽ മൈലേജ് കിട്ടുന്ന ഫോക്സ്വാഗന്റെ ആമിയോ. നമ്മളെ പോളോന്റെ നല്ല പവർഫുൾ ആയിട്ടുള്ള വണ്ടിയാണ്. പോളോന്റെ ഒക്കെ ഒരു ചെറിയൊരു വലിയേട്ടനായിട്ട് വരും. സെഡാൻ കാറ്റഗറിയിൽ വരുന്ന ഫോക്സ്വാഗന്റെ TDI എന്നുള്ള 1.5 ലിറ്റർ എഞ്ചിനായിരിക്കും. 4 സിലിണ്ടർ തന്നെയല്ലേ ഇതിൽ വരുന്നുണ്ട്? 4 സിലിണ്ടർ. 2015-16 മോഡല്. 17 4 സിലിണ്ടർ തന്നെയുള്ളൂ. 2 എയർ ബാഗ് വരുന്നുണ്ടാവും. അതേപോലെ തന്നെ AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസ്, കമ്പനി സ്റ്റീരിയോ വരുന്നുണ്ടാവും. ഫോഗ് ലാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ബാക്കിൽ സെൻസേഴ്സ് കാര്യങ്ങളൊന്നുമില്ല. എലോയ് വീൽസും ഹൈ ലൈനിലേക്കാണ് വെച്ചിട്ടുള്ളത്. ട്രെൻഡ് ലൈൻ എന്നുള്ളത് ബേസ് ആണ്. കംഫർട്ട് ലൈൻ എന്നുള്ളത് മിഡിൽ ഓപ്ഷൻ ആയിട്ടാണ് വരുന്നുണ്ടാവും അല്ലേ? വണ്ടിക്ക് റേറ്റ് എത്രയാണ് ചോദിക്കുന്നത്? വണ്ടിക്ക് റേറ്റ് 5.50. 5.50 കുറയും. നെഗോഷ്യബിൾ ചെയ്ത് കൊടുക്കാം എന്തായാലും. ലോണ് ഫുൾ ലോണൊക്കെ എത്തിക്കാൻ പറ്റുമോ? 2017 മോഡലിനെ കൊണ്ട് നമ്മൾ കസ്റ്റമർ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ചെയ്ത് കൊടുക്കാൻ. ഓക്കെ, ഫുൾ ലോൺ തന്നെ കയറേണ്ടതാണല്ലേ? സാധാരണ നമ്മൾ കാണാറ് ഫോക്സ്വാഗൻ അല്ലെങ്കിൽ സ്കോഡയുടെ ഒക്കെ ഡീസൽ വണ്ടികൾ അത്യാവശ്യം 1 lakh above എന്തായാലും ഓടിയിട്ടുണ്ടാവും. പൊതുവെ 1 lakh above എന്തായാലും ഓടിയിട്ടുണ്ട്. അതെ, ഇത് 78,000 ഓടിയിട്ടുള്ളൂ. അപ്പോൾ മെക്കാനിക്കലൊക്കെ അത്യാവശ്യം നല്ല കണ്ടീഷൻ തന്നെയല്ലേ? 6-7 വർഷം കൊണ്ട് ഏകദേശം 78,000 കിലോമീറ്റർ ഡീസൽ കിലോമീറ്റർ ആണ്. നമ്മുടെ അടുത്ത് ഹോണ്ടന്റെ ജാസ് 2017 S വേരിയന്റ്. SMT ആണ്. മാനുവൽ ആണോ ഓട്ടോമാറ്റിക് ആണോ? മാനുവൽ ആണ്. SMT ആണ്. സിംഗിൾ ഓണർ, 66,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പെട്രോൾ അല്ലേ? പെട്രോൾ എഞ്ചിന്. കിലോമീറ്റർ എത്രയാ പറഞ്ഞത്? 66,000 കിലോമീറ്റർ. എസിൻ്റെ അകത്ത് നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ടോ, 2 എയർ ബാഗ്സ് വരുന്നുണ്ടാവും. സോണിൻ്റെ ആഫ്റ്റർ മാർക്കറ്റ് ഒരു LCD സ്ക്രീൻ കൊടുത്തിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസ്, ഇത്രയായിരിക്കും ബേസിക് ഫീച്ചറായിട്ട് വരുന്നുണ്ടാകുക. അതെ, അത്യാവശ്യം ഇന്റീരിയേഴ്സ് ഒക്കെ നീറ്റാണ്. വണ്ടിക്ക് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. നല്ല ബോഡി ഷേപ്പ് തന്നെയാണുള്ളത്. പുതിയ ഷേപ്പ് ജാസ് അല്ലേ? അതെ, അന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പുതിയ ഷേപ്പ്. ജാസിന് റേറ്റ് എത്രയാണ് വരുന്നത്? ഇത് 5.75. 5.75 2017 ജാസ് അല്ലേ? 2017 ജാസ്. വാറന്റി വരുന്നുണ്ടാവില്ലേ? 1 ഇയർ വാറന്റി ഉണ്ട്. 1 ഇയർ വാറന്റി വരുന്നുണ്ട്. ഗിയർ ബോക്സും അസിസ്റ്റൻസും ഉണ്ട്, എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട്.
ലോൺ ഏകദേശം 5.5 പുറത്ത് തന്നെ കിട്ടൂലേ? ഓക്കെ ചെയ്ത് കൊടുക്കാം. ഫുൾ ലോൺ എന്ന് പറയാൻ വേണ്ടി പറ്റുമോ? റേറ്റ് കുറച്ച് മാക്സിമം ലോണിൽ തന്നെ ചെയ്ത് കൊടുക്കാം, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഫുൾ ലോൺ തന്നെ വരുന്നുണ്ടാവും അല്ലേ? അടുത്തത് അടുത്ത് നമ്മുടെ അടുത്ത് 2015 VXI ആൾട്ടോ 800. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? 77,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണറാണ് വണ്ടി. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ഒന്നുമില്ല, ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നുമില്ല, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. കമ്പനി ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. മഹീന്ദ്രയുടെ വാറന്റി കിട്ടുന്നുണ്ടാവോ? 1 year വാറന്റി ഉണ്ട് ഇതിന്. ഫീച്ചർ സൈഡിൽ AC ഉണ്ടാവും, പവർ സ്റ്റിയറിംഗ്, VXI എന്നുള്ള പേരിന് അതിനെ കൊണ്ട് സ്റ്റീരിയോ വരുന്നുണ്ടാവും, അതേപോലെ സെൻട്രൽ ലോക്കും വരുന്നുണ്ടാവും. LXI നമ്മൾ കാണാത്തതാണ്. ബാക്കിൽ എക്സ്ട്രാ സീറ്റ് കവർ ചെയ്തതാണ്, അത് ഒരിക്കലും നമ്മളെ കമ്പനി സീറ്റ് തന്നെ ഉണ്ടാവും. ഓക്കെ, വാറന്റി നമുക്ക് കിട്ടുന്നുണ്ടാവുക. എഞ്ചിന്, ഗിയർ ബോക്സ് എന്നീ 2 കമ്പോണൻസിനല്ലേ മെയിൻ ആയിട്ട്? അതെ. ഇപ്പൊ 4 പുതിയ ടയറും വരും. 4 പുതിയ ടയറും ഉണ്ട്. 4 പുതിയ ടയറും കൊടുത്തിട്ടുണ്ടല്ലേ? 18-20 റേഞ്ചിൽ മൈലേജും കിട്ടുന്നുണ്ടാവും. വണ്ടിക്ക് ചോദിക്കുന്ന റേറ്റ് എത്രയാ? 260. അബ്ദുൾ, അടുത്ത് നമ്മുടെ അടുത്ത് ടാറ്റന്റെ ടിയാഗോ 2021 XT വേരിയന്റ് വരുന്നത്. സിംഗിൾ ഓണർ 39,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. XT എന്നുള്ളത് മിഡിൽ ഓപ്ഷൻ ആണ് പെട്രോളില്. അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ബാക്ക് സെൻസേഴ്സ് വരുന്നുണ്ടാവും. അതേപോലെ അടുത്തതൊരു ടാറ്റ ടിയാഗോ 2019 ഫുൾ ഓപ്ഷൻ XZ+. ഓക്കെ, കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടാവും? 43,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർ വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പിലേക്ക് അറിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പാണ്. അധികം ഓടിയിട്ടില്ല, പക്ഷെ കിലോമീറ്റർ 43,000 കിലോമീറ്റർ ഓടി. മഹീന്ദ്രന്റെ 2 വർഷം വാറന്റി ഉണ്ടാവില്ലേ? വാറന്റിയും കാര്യങ്ങളൊക്കെ റീപ്ലേസ് അങ്ങനെ ഒന്നുമില്ല. 4 സ്റ്റാർ സേഫ്റ്റി വരുന്ന മറ്റൊരു വണ്ടിയാണ്. XZ+ എന്നുള്ള ഫുൾ ഓപ്ഷൻ്റെ അകത്ത് OE alloy wheels വരുന്നുണ്ടോ? ഫീച്ചർ സൈഡിൽ AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ വിൻഡോസ്, 2 എയർ ബാഗ്, മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് വീൽ, ഹർമന്റെ മ്യൂസിക് സിസ്റ്റം, ഓട്ടോ ക്ലൈമറ്റ് AC. വേറെ എന്തെങ്കിലും മിസ്സായി ഉണ്ടോ? എല്ലാ ഫീച്ചേഴ്സും പറഞ്ഞിരുന്നു. ഓക്കെ, ഓട്ടോമാറ്റിക് മിറർ ഫോൾഡിംഗ് വരുന്നത് പറഞ്ഞിട്ടില്ല. ഓക്കെ, റേറ്റ് എത്ര വരുന്നത്? റേറ്റ് 5,50,000. 5,50,000 രൂപ. ലോണ് മാക്സിമം തന്നെ ചെയ്ത് കൊടുക്കാം. ഫുൾ ലോണൊക്കെ കിട്ടുമോ? ഫുൾ ലോൺ കസ്റ്റമർ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് നമുക്ക് മാക്സിമം ഫുൾ ലോണിൽ തന്നെ ചെയ്ത് കൊടുക്കാൻ പറ്റും. അടുത്ത ടാറ്റന്റെ തന്നെ ടിയാഗോ 2019 XZ. ഓൾഡ് ഷേപ്പ് ആണ്. ഓൾഡ് ഷേപ്പ്. ഇതില് XZ-ല് alloy വരുന്നുണ്ടോ? ഇല്ല, alloy വരുന്നില്ല, പക്ഷെ XZ+-ലെ വരുന്നല്ലേ? കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടാവും? ഇത് 55,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് സിംഗിൾ ആണ്? സിംഗിൾ ഓണർ ആണ്. സെക്കൻഡാ? സിംഗിൾ ഓണർ ആണ്. സിംഗിൾ ഓണർഷിപ്പ്. ഈ ടിയാഗോന് എത്രയാ റേറ്റ് വരുന്നത്? ഇത് 4,82 വരും. 4,82. 2 എയർ ബാഗ്സ് വരുന്നുണ്ട്. നമ്മൾ മുന്നേ പറഞ്ഞ ഒരു ഇതെല്ലാം ഫീച്ചേഴ്സും ഉണ്ട്. എല്ലാ ഫീച്ചേഴ്സ് ഉണ്ട്. ഓട്ടോമാറ്റിക് AC കൺട്രോൾ അങ്ങനത്തെ ഒന്നും ഇല്ലാന്നേ ഉള്ളൂ. വേറെ റീപ്ലേസ്മെന്റ്, ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നും പറയത്തക്ക രീതിയിൽ ഒന്നുമില്ല. 4,82. ലോണൊക്കെ ഏകദേശം എത്ര കിട്ടുന്നുണ്ടാവും? ലോൺ മാക്സിമം തന്നെ ചെയ്ത് കൊടുക്കാം. ഫുൾ ലോൺ നോക്കി ചെയ്ത് കൊടുക്കാം. കസ്റ്റമർ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ നമുക്ക് ഫുൾ ലോണിൽ തന്നെ വണ്ടി ചെയ്ത് കൊടുക്കാം. അടുത്ത നമ്മുടെ അടുത്ത് ഹോണ്ട അമേസ് ഫുള്ളി ഓട്ടോമാറ്റിക് 2016 S വേരിയന്റ് വരുന്നത്. സിംഗിൾ ഓണർ 33,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ആകെ 33,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നല്ല കണ്ടീഷനുള്ള വണ്ടിയാണ്. ഷോറൂം സർവീസും കാര്യങ്ങളൊക്കെ ചെയ്തോണ്ട്. സാധാരണ ഓട്ടോമാറ്റിക് വണ്ടിയൊക്കെ ആൾക്കാർ എടുക്കുന്നവർ അവർക്കുള്ള ഏറ്റവും വലിയ ടെൻഷനാണ് കിലോമീറ്റർ ഓടിയിട്ടുണ്ടോ. പിന്നെ ഹോണ്ടന്റെ എഞ്ചിനാണ്, കിലോമീറ്റർ വലിയൊരു പ്രശ്നമുള്ളതല്ല, പെട്രോൾ എഞ്ചിനിലാണ് വണ്ടി ഉണ്ടാക്കിയത്. SMT എന്നുള്ള ഫീച്ചർ സൈഡിൽ AC പോർഷന് 4 ഡോർ പവർ വിൻഡോസ്, സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ടാവും. ഇന്റീരിയർ ഒക്കെ അത്യാവശ്യം നല്ല നീറ്റ് ആണ് അല്ലേ? നല്ല നീറ്റാണ് വണ്ടി, നല്ല നീറ്റ്. 4 പുതിയ നല്ല ടയറാണ് വരുന്നത്. അത് യൂസ് ചെയ്തിട്ടില്ല, ടയർ മാറ്റിയിട്ട് നല്ല ബോഡി ഷേപ്പ് കാണുന്നുണ്ട്. റീപ്ലേസ്മെന്റ് ഒന്നും വന്നിട്ടില്ല. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. കുട്ടപ്പ വണ്ടി അല്ലേ? 1 year വാറന്റി ഉണ്ട്. എഞ്ചിനും ഗിയർ ബോക്സിനും വാറന്റി ഉണ്ട്. ഓട്ടോമാറ്റിക് ആണ്. അപ്പോൾ CVT അത്യാവശ്യം മെയിൻ്റെനൻസ് വരുന്ന പണി വന്നാല് വാറന്റി എടുക്കുന്ന ആൾക്ക് നമുക്കിത് 5,67 കൊടുക്കാം. 5,67 റേറ്റ് വരുന്നത്. ലോണ് നമുക്ക് 5 വരെ ലോൺ ചെയ്ത് കൊടുക്കാം. 5 ലക്ഷം വരെ ലോൺ കിട്ടുന്നുണ്ട്. ഏകദേശം ഒരു 13 റേഞ്ചിൽ ഡീസന്റ് ആയിട്ട് മൈലേജ് കിട്ടുന്ന ഹോണ്ടന്റെ വിഷസ് എടുക്കാൻ പറ്റുന്ന ഓട്ടോമാറ്റിക് വണ്ടി അല്ലേ? ഫുൾ ഓപ്ഷൻ ഗ്രാൻഡ് i10. ഫുൾ ഓപ്ഷൻ എന്ന് പറയുന്നത് ആസ്റ്റ. പെട്രോളിലാണോ അല്ലെങ്കിൽ പെട്രോളാണ്? പെട്രോൾ ഫുൾ ഓപ്ഷൻ അല്ലേ? സിംഗിൾ ഓണർ 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 1.2 ലിറ്റർ കാപ്പ എഞ്ചിൻ ആയിരിക്കും. 13-15 വരെയൊക്കെ മാക്സിമം നമുക്ക് മൈലേജ് കിട്ടുന്നുണ്ടാവും.
ആസ്റ്റ ഫുൾ ഓപ്ഷൻ എന്ന് പറയുന്ന നേരം എയർ ബാഗ്സ് വരുന്നുണ്ടോ, മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് വീല്, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, എലോയ് വീൽസ്, ഇങ്ങനെയുള്ള ഒരു എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ടാവും. സൺറൂഫ് ഉണ്ടാവില്ല എന്നേ ഉള്ളൂ. സൺറൂഫ് ഇല്ല, ബാക്കി എല്ലാ അന്നത്തെ പഴയ ഐറ്റനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഫീച്ചർ റിച്ച് ആണ്. ബാക്ക് ക്യാമറ, ബാക്ക് സെൻസർ, ക്യാമറ എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. കിലോമീറ്റർ കുറെ ഓടിയിട്ടുണ്ടാവോ? കിലോമീറ്റർ 40,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. 2 വർഷത്തെ വാറണ്ടി ഉണ്ടാവും. 2 വർഷം വാറണ്ടിയും ചെയ്യാൻ പറ്റൂലേ? എഞ്ചിൻ ഗിയർ ബോക്സ് അങ്ങനെ സ്പെസിഫിക് ആയിട്ടല്ല, ഫുള്ള് വണ്ടിക്ക് തന്നെ വാറണ്ടി കിട്ടുന്നുണ്ടോ? എല്ലാ വാറണ്ടി ഉണ്ട്. റേറ്റ് ഒക്കെ എത്രയാണ് വരുന്നുണ്ടാവുക? ഇത് 560 കൊടുക്കാം. 560 നമ്മൾ കാണുന്ന 2019 മോഡൽ 18 സ്പോർട്സ് വരെയൊക്കെ നമ്മൾ അധികം കാണാറുള്ളത്. ആസ്റ്റ വാറണ്ടി 2 വർഷത്തെ വെച്ച് നോക്കുന്നേരം എടുക്കുന്ന ആൾക്ക് മുതലാണ്. എത്ര ഫീച്ചേഴ്സ് വരുന്നുണ്ട്? ഫീച്ചേഴ്സും വരുന്നുണ്ട്. എല്ലാ കിലോമീറ്ററും കുറവാണ്. സിംഗിൾ ഓണറാണ്. കമ്പനി സ്റ്റർ എല്ലാം പക്കയാണ്. ലോൺ ഏകദേശം എത്ര കിട്ടുന്നു? ലോൺ നമുക്ക് മാക്സിമം തന്നെ ചെയ്ത് കൊടുക്കാം. ഫുൾ ലോൺ ഒക്കെ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും? ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. അടുത്ത നമ്മളടുത്ത് 2018 ഡിസയർ സിംഗിൾ ഓണർ 54,000 കിലോമീറ്റർ ഓടി. 5.4 ആണോ? VXi, LXi, ZXi ആണ് വേരിയന്റ് വരുന്നത്. VXi എന്നുള്ളത് മിഡിൽ ഓപ്ഷൻ ആണ്. ഫീച്ചർ സൈഡിൽ നമുക്ക് ബാക്ക് സെൻസേഴ്സ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. എലോയ് വീൽസ് ZXiലേക്ക് വരുന്നുള്ളൂ. സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ടാവും. അതേപോലെ തന്നെ 2 എയർ ബാഗ്സ് വരുന്നുണ്ട്. 4 ഡോർ പവർ വിൻഡോസ്, AC പവർ സ്റ്റിയറിംഗ്, കമ്പനി സ്റ്റീരിയോ, ഇത്രയ്ക്കായിരിക്കും ബേസിക് ഫീച്ചേഴ്സ് വരുന്നുള്ളത്. അത്യാവശ്യം നീറ്റാണ് ഇന്റീരിയർ ഒക്കെ തന്നെ. 2 വർഷത്തെ വാറണ്ടി ഉള്ള വണ്ടിയാണ്. 2 വർഷത്തെ വാറണ്ടി വരുന്നുണ്ട്. 2 വർഷത്തെ വാറണ്ടി ഉണ്ട് വണ്ടിക്ക്. 2018 മോഡൽ. കിലോമീറ്റർ എത്രയായിരുന്നു? 54,000 കിലോമീറ്റർ. 54,000 കിലോമീറ്റർ. ഓണർ വണ്ടി. ഓക്കെ. റേറ്റ് എത്ര വരുന്നത്? റേറ്റ് 595. 595 കുഴപ്പമില്ലാത്ത റേറ്റ് എന്ന് പറയാൻ വേണ്ടി പറ്റും. കാരണം മഹീന്ദ്രയുടെ 2 വർഷത്തെ വാറണ്ടി 18 മുകളിൽ വരുന്നതിനൊക്കെ ഉണ്ട്. അപ്പോൾ പുതിയൊരു വണ്ടി എടുക്കുകയാണെങ്കിൽ പോലും 3 വർഷമാണ് വാറണ്ടി കിട്ടുന്നത്. അങ്ങനെ വെച്ച് നോക്കുന്നേരം ഈ ഒരു റേറ്റ് ഫൈനലൊന്നും അല്ലല്ലോ. ഇനി നെഗോഷിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ. അതേ സമയത്ത് നല്ല വണ്ടിയാണ്, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും, സിംഗിൾ ഓണർഷിപ്പ് ആണ്. ലോൺ എത്ര കിട്ടുന്നുണ്ടാവും? ലോൺ മാക്സിമം തന്നെ ചെയ്ത് കൊടുക്കാം. അടുത്ത നമ്മുടെ അടുത്തൊരു ടാറ്റ ടിയാഗോ ഫുൾ ഓപ്ഷൻ 2021 അല്ലേ? ഓട്ടോമാറ്റിക് ആണ് വരുന്ന വണ്ടി. ട്രാൻസ്മിഷൻ അപ്പം ഓട്ടോമാറ്റിക്കിന്റെ അകത്ത് AMT ആണ് വരിക. ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും ഉണ്ടാവും. പുഷ് ബട്ടൺ കാര്യങ്ങൾ വെച്ച് ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഇല്ല, സൺറൂഫ് വരുന്നില്ല, ബാക്കി എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ടാവും. റിവേഴ്സ് ക്യാമറ, ഫോൾഡിംഗ് മിറർ, എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. സ്റ്റിയറിംഗ് കൺട്രോൾസ്, ഹർമന്റെ മുന്നേ കണ്ട പോലെ തന്നെയുള്ള മ്യൂസിക് സിസ്റ്റം എല്ലാം വരുന്നുണ്ട്. പുതിയൊരു ഓട്ടോമാറ്റിക് വണ്ടി എടുക്കുന്ന, ടാറ്റന്റെ ഓട്ടോമാറ്റിക് വണ്ടി എടുക്കുന്നവര് ഈ ഒരു വണ്ടി എടുക്കുന്നത് വെർത്താണ്. കാരണം ഇത് സിംഗിൾ ഓണർ 19,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ആകെ 19,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 10ാം മാസം വണ്ടി എന്നെ കൊണ്ട് 2024 10ാം മാസം വരെ കമ്പനി വാറണ്ടിയും വരുന്നുണ്ട്. അതിന് പുറമെ 2 വർഷം വാറണ്ടി കൊടുക്കുന്നുണ്ട്. റേറ്റ് എത്ര വരുന്നത്? ഇത് 648. 640. ഈ 8, 7, 6ന്റെ ഒക്കെ കണക്കെന്താ? നമ്മളെ പ്രൈസ് കാര്യങ്ങളൊക്കെ വണ്ടി വരുന്നതിന്റെ കോസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ആ റേറ്റ് ഇടുന്നത്. അതിനി കുറയും ചെയ്യും, നെഗോഷ്യബിൾ ആണ്. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കും. ഇനി ലോണൊക്കെ ഏകദേശം എത്ര ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും? ലോൺ ഇത് ഫുൾ ഓണത്തിന് ചെയ്ത് കൊടുക്കാം. 648 ആണ് റേറ്റ് വരുന്നത്. ഫുൾ ഓണത്തിന് കുറയും ചെയ്യും. ആ കുറയുന്ന എമൗണ്ട് നിങ്ങൾക്ക് ഫുൾ ലോൺ ചെയ്യാൻ വേണ്ടി പറ്റുമല്ലേ? ഓക്കെ. നല്ല വണ്ടിയല്ലേ? നല്ല വണ്ടി. എടുക്കുന്ന വർക്കൊന്നുമില്ല, റീപ്ലേസ് ഒന്നുമില്ല, പുതിയ വണ്ടി പോലെ എടുക്കാം. റെഡ് നല്ല മുത്ത് പോലത്തെ കളറാണ്. അതേപോലെ ട്രാൻസ്മിഷൻ AMTന്റെ അകത്ത് 13-15 റേഞ്ചിൽ മൈലേജും കിട്ടുന്നുണ്ട്. അടുത്ത നമ്മളുടെ ഹ്യുണ്ടായിന്റെ i20 2015 മാഗ്ന. പെട്രോൾ ആണോ ഡീസൽ ആണോ? പെട്രോൾ എഞ്ചിന്, സിംഗിൾ ഓണർ, 79,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല കണ്ടീഷനിലുള്ള വണ്ടിയാണ്. കമ്പനി ഹിസ്റ്ററി ഒക്കെ ഉള്ള വണ്ടിയല്ലേ? കമ്പനി ഹിസ്റ്ററിയും കാര്യമൊക്കെ ഉള്ള വണ്ടിയാണ്. ആക്സിഡന്റ് ഹിസ്റ്ററി റീപ്ലേസ് ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല, ആക്സിഡന്റ് റീപ്ലേസ് അങ്ങനത്തെ ഒന്നുമില്ല. മാഗ്നയില് മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് വീൽ വരുന്നുണ്ട്. 4 ഡോർ പവർ വിൻഡോസ്, AC പവർ സ്റ്റിയറിംഗ്, ഇത്രയായിരിക്കും ബേസിക് ഫീച്ചേഴ്സ്. സെൻട്രൽ ലോക്കും വരുന്നുണ്ടാവും. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ സൈഡ് മിറേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പോട്ടെ, ഇനി വേണോ? അതെന്റെ പോന്നോ? അത്യാവശ്യം നീറ്റ് ആയിട്ടുള്ള വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണോ? സിംഗിൾ ഓണർ, 79,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. മോഡൽ ഏതായിരുന്നു പറഞ്ഞത്? 2015 മാഗ്ന. 2015 മാഗ്ന. റേറ്റ് എത്ര വരുന്നത്? ഇത് 470. 4,70,000. കുറയും ചെയ്യും. നെഗോഷ്യബിൾ ചെയ്ത് കൊടുക്കാം. എന്തായാലും കസ്റ്റമർ ഇവിടെ വരുന്ന നമ്മൾ എന്തായാലും റേറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കും. വണ്ടി ഫിക്സ് ആക്കുന്ന എന്തായാലും റേറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കും. വാറണ്ടി എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ വേണ്ടി? വാറണ്ടി അടക്കം പറഞ്ഞ റേറ്റ് ആണ്. അതല്ലേ? ഓക്കെ. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസ്,
സ്റ്റിയറിംഗ് കൺട്രോൾസ്, എയർ ബാഗ് വരുന്നുണ്ടല്ലോ അന്നത്തെ. എയർ ബാഗ് രണ്ട് എയർ ബാഗ് വരുന്നുണ്ട്. 2021 വണ്ടിയല്ല, 21 വണ്ടിയാണ്. ആ നിയമപ്രകാരം 2 എയർ ബാഗ് ഉണ്ട്. ഹർമന്റെ മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്. അത്യാവശ്യം നല്ല കണ്ടീഷനാണ് വണ്ടി. മാനുവൽ അല്ലേ ട്രാൻസ്മിഷൻ വരുന്നത്? മാനുവൽ. 4 സ്റ്റാർ സേഫ്റ്റി വേണ്ട, 4 സ്റ്റാർ സേഫ്റ്റി വരുന്ന വണ്ടി. 4 സ്റ്റാർ സേഫ്റ്റി ഒക്കെ വേണ്ടവർക്ക് പറ്റിയൊരു വണ്ടിയാണ്. അത്യാവശ്യം ഇപ്പൊ പുതിയ ഹൈവേസും കാര്യങ്ങളൊക്കെ വരുന്നല്ലേ, അത്യാവശ്യം ബോഡി വെയിറ്റും സേഫ്റ്റി ഉള്ള വണ്ടി നോക്കുന്നത് ബെറ്റർ. 100 പുറത്തൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ആള് സേഫ് ആയിരിക്കും. വണ്ടിക്ക് എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ നോക്കിയാൽ മതി, ആള് സേഫ് ആയിരിക്കും. ടിയാഗോ റേറ്റ് എത്ര വരുന്നത് 2021 വണ്ടി? ഇത് 535. 535. 21 വണ്ടി അതിനെ കൊണ്ട് കമ്പനി വാറണ്ടി 24 വരെ വരേണ്ടതാണ്. അപ്പൊ പുറമെ നമ്മള് 2 വർഷത്തെ വാറണ്ടി കൂടെ കിട്ടുന്നുണ്ടോ? റേറ്റ് ചോദിക്കുന്നത് 535. കുഴപ്പമില്ലാത്ത റേറ്റ് ആണ്. റേറ്റ് ഫൈനൽ അല്ലല്ലോ, നെഗോഷ്യബിൾ. നമ്മൾ ചെയ്ത് കൊടുക്കാം. കസ്റ്റമർ എന്തായാലും വരുന്നതാണെങ്കിൽ ചെയ്ത് കൊടുക്കാം. ലോൺ 5-ന് മുകളിൽ വരുന്നുണ്ടോ? ഏകദേശം ഫുൾ ലോൺ എന്നൊക്കെ പറയാൻ പറ്റും. ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. നമുക്ക് ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ടർബോ പെട്രോൾ എഞ്ചിന് CVT ഓട്ടോമാറ്റിക് വരുന്നതാണ്. 2021 ഫുൾ ഓപ്ഷൻ. RXZ ഓപ്ഷണൽ എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. അതായത് 360 ക്യാമറ, ആൻഡ്രോയിഡ് ടച്ച് സ്ക്രീനും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ കമ്പനി തന്നെ ചെയ്തതാണ്. റീനോന്റെ കൈഗർ അല്ലേ? സാധാരണ നമ്മൾ കാണുന്ന കൈഗറിനേക്കാൾ റേറ്റ് അപ്പം വ്യത്യാസം വരും. വ്യത്യാസം വരും. ടർബോ CVT ആണല്ലേ, ടർബോ CVT ആണ്. ഓട്ടോമാറ്റിക്കലി റേറ്റ് മാറുന്നുണ്ട്. അതിന്റെ ടർബോ പെട്രോൾ കൂടെ പറയുമ്പോഴത്തേക്കും എങ്ങനെയായാലും 10-ന്റെ പുറത്ത്, 10 അല്ല 13-ന്റെ അടുത്തുണ്ട്. 13 വണ്ടിക്ക് റേറ്റ് വരുന്നുണ്ട്. സ്റ്റിയറിംഗ് വീലില് മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് വീലാണ്. അതേപോലെ 360 ക്യാമറ ഉണ്ട്. 2 എയർ ബാഗ്സ് വരുന്നുണ്ട്. CVT ഗിയർ ബോക്സ്. ഒരു പ്രീമിയം ലുക്ക് തന്നെ ഉണ്ടല്ലേ വണ്ടിയിൽ. ഒരു സൺറൂഫും കൂടെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം സെറ്റായിരുന്നു. കൂടെ ഒരു പവർ വിൻഡോസ്, AC പവർ സ്റ്റിയറിംഗ്, എല്ലാ വീൽസ് കൂടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ബ്ലൂ കളർ അതിനെക്കൊണ്ട് ഇനിയിപ്പം ഡ്യുവൽ ടോണിൽ ഓൾറെഡി കമ്പനി തന്നെ വരുന്നുണ്ട്. ഡ്യുവൽ ടോൺ ആണ്, ഡ്യുവൽ ടോണിൽ കമ്പനി കൊടുത്തിട്ടുണ്ട്. വേറെ ഇനിയിപ്പം ചെറുതായിട്ട് ബമ്പറിന് മുകളിൽ ഓൾറെഡി ഒരു ഹുഡിന്റെ പോലെ തന്നെ ചെറിയ ചെറിയ മോഡിഫിക്കേഷൻസ് ഒക്കെ നമുക്ക് ഇവിടെ എയറോഡൈനാമിക് ഡിസൈൻ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. സംഭവം വണ്ടി നല്ല മൊഞ്ചുണ്ട് കാണാൻ. നല്ല മൊഞ്ചാണ്. മൊഞ്ചുണ്ട്, അത്യാവശ്യം പെർഫോമൻസ് ഉണ്ട്. ടർബോ പെർഫോമൻസും ഉണ്ട്, ഓട്ടോമാറ്റിക്കും ആണ്, ആർക്കും യൂസ് ചെയ്യാം. 360 ക്യാമറ അതിനെ കൊണ്ട് ലേഡീസിനും പറ്റുന്ന വണ്ടി. റേറ്റ് എത്ര വരുന്നത്? 860. മോഡൽ 2021 ആണ്. 24 11 മാസം വരെ കമ്പനി വാറണ്ടി വരുന്നുണ്ട്. മഹീന്ദ്രയുടെ 2 ഇയർ വാറണ്ടി, 2 വർഷത്തെ വാറണ്ടി കൊടുക്കുന്നുണ്ട്. അടുത്ത നമ്മളടുത്ത് ടാറ്റന്റെ ടിയാഗോ. നല്ല ബ്ലൂ കളറിലുള്ള വണ്ടിയാണ്. അത്യാവശ്യം നല്ല നീറ്റ് വണ്ടി. 2021 ഫുൾ ഓപ്ഷൻ. ഫുൾ ഓപ്ഷൻ എന്ന് പറയുന്നത് HZ പ്ലസ് അല്ലേ? പ്ലസ് വരും. ബാക്ക് വൈപ്പർ, ഡീഫോഗർ, ഓട്ടോമാറ്റിക് AC കൺട്രോൾ, ഫോൾഡിംഗ് മിറേഴ്സ്, OE എല്ലാ വീൽസ്, ഒറിജിനൽ എക്യുപ്മെന്റ് എല്ലാ വീൽസ് കമ്പനി വരുന്നത്. 4 ഡോർ പവർ വിൻഡോസ്, AC പവർ സ്റ്റിയറിംഗ്, 2 എയർ ബാഗ്സ്, ഹർമന്റെ മ്യൂസിക് സിസ്റ്റം, ബാക്ക് ക്യാമറ, ബാക്ക് സെൻസേഴ്സ്, എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. 21 ടിയാഗോ അല്ലേ? 2021 XZ പ്ലസ്. 2021 വണ്ടി വരുന്നവരെ കമ്പനി വാറണ്ടി 2024 വരെ ഉണ്ട്. കമ്പനി വാറണ്ടി 2024 വരെ ഉണ്ട്. മഹീന്ദ്രയുടെ 2 വർഷത്തെ വാറണ്ടി ഉണ്ടാവും. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടാവും ഇത്? 44,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 44,000. ആക്സിഡന്റ് ഹിസ്റ്ററി, റീപ്ലേസ്മെന്റ്, എയർ ബാഗ് ചെക്ക് ചെയ്യല്. ആക്സിഡന്റ് ഉള്ള വണ്ടി നമ്മൾ പൊതുവെ ചെയ്യാറില്ല. ഓക്കെ, ഞങ്ങൾ അത്രക്കാരല്ല. ഓക്കെ, ഇത് നമുക്ക് 598 കൊടുക്കാം. 598 2021 ന്യൂ ഷേപ്പിൽ വരുന്ന ടിയാഗോ അല്ലേ? ന്യൂ ഷേപ്പ്. പുതിയ വണ്ടിക്ക് റേറ്റ് വരുന്നത് 8.5 ആ റേഞ്ചിൽ വരുന്നുണ്ട്. അപ്പോൾ 2 വർഷം പഴക്കമുള്ള വണ്ടി 6 ലക്ഷം രൂപയ്ക്ക് താഴെ എന്ന് പറയുന്നത് ഇനി കുറയും ചെയ്യും റേറ്റ്. നെഗോഷ്യബിൾ, നമ്മൾ ചെയ്ത് കൊടുക്കാം എന്തായാലും റേറ്റ്. ഫുൾ ലോൺ അല്ല, മാക്സിമം ലോണിൽ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഏകദേശം ഒരു 15-16 റേഞ്ചിൽ മൈലേജ് പറയുന്നുണ്ട്. കമ്പനി 19 എടുത്താണ് 1.2 ലിറ്റർ റെവട്രോൺ എഞ്ചിനിൽ മൈലേജ് പറയുന്നത്. അടുത്തേതാ? ഗ്രാൻഡ് ഐറ്റൻ നിയോസ് സ്പോർട്സ് വേരിയന്റ് വരുന്നത്. സ്പോർട്സ് ഗ്രാൻഡ് ഐറ്റൻ നിയോസ് സ്പോർട്സ് വേരിയന്റ്. സ്പോർട്സിൽ എക്സിക്യൂട്ടീവ് ഉണ്ടോ? സ്പോർട്സ് ഓപ്ഷണൽ. ഓക്കെ, 2022 5 മാസം വരുന്ന വണ്ടിയല്ലേ? അതെ, അതായത് 2 വർഷം ആവുന്നുള്ളൂ മേടിച്ചിട്ട്. 2 എയർ ബാഗ് വരുന്നുണ്ടാവും. മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് വീല് വരുന്നുണ്ടാവും. ഫോൾഡിംഗ് മിറേഴ്സ്, അലോയ് വീല്, 4 ഡോർ പവർ വിൻഡോസ്, AC പവർ ഓട്ടോമാറ്റിക് AC കൺട്രോൾ എല്ലാം വരും. ഡീഫോഗർ ഉണ്ട്. ആക്സിഡന്റ് ഹിസ്റ്ററി, റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ആക്സിഡന്റ് ഹിസ്റ്ററി അങ്ങനെ ഒന്നുമില്ല. കിലോമീറ്റർ ഓടിയിട്ടുണ്ടോ? 51,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 51,000 കിലോമീറ്റർ ഓടി. മൈലേജ് 20 ഒക്കെ കിട്ടും. 20 കിട്ടും. പഴയ കമ്പനി 21 ഒക്കെ പറയുന്നുണ്ട്. കമ്പനി 21 ഒക്കെ പറയുന്നുണ്ട്.
പഴയ ഗ്രാൻഡായിട്ട് അപേക്ഷിച്ച് മൈലേജ് കൂടുതലാണ്. റേറ്റ് എത്ര വരുന്നത്? റേറ്റ് 645. 645 ആസ്ക് ചെയ്യുന്ന റേറ്റ്. പുതിയ വണ്ടിക്ക് 940 ആ റേഞ്ചിൽ റേറ്റ് വരുന്നുണ്ട്. റേറ്റ് നമുക്ക് എന്തായാലും ചെയ്ത് കൊടുക്കാം, അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. കസ്റ്റമർ വരുന്നതാണെങ്കിൽ നമ്മളെല്ലാം അതായത് ഒരു 2 വർഷം ആവുമ്പോഴേക്കും 2 ലക്ഷം രൂപ 3 ലക്ഷം രൂപയുടെ അടുത്ത് കുറഞ്ഞിട്ടുണ്ട്. കമ്പനി വാറണ്ടി നിലവിലുണ്ടാവും. അതേപോലെ തന്നെ മഹീന്ദ്രയുടെ 2 വർഷം വാറണ്ടി ഉണ്ടാവും. ലോൺ ഏകദേശം ഫുൾ ലോൺ തന്നെ കിട്ടുന്നുണ്ട്. ലോൺ തന്നെ ചെയ്ത് കൊടുക്കാം. അടുത്തൊരു ടാറ്റ പഞ്ച് ഓട്ടോമാറ്റിക്. ഓക്കെ, സിംഗിൾ ഓണർ 25,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ആകെ 25,000 ഓടിയിട്ടുള്ളൂ. ആകെ 25,000 കിലോ. ഓണർഷിപ്പ് സിംഗിളും അല്ലേ? സിംഗിൾ ഓണർ. വേരിയന്റ് ഏതാ വരുന്നത്? അഡ്വഞ്ചർ. അഡ്വഞ്ചർ എന്നുള്ളത് അന്നത്തെ ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണോ അല്ലെ ഫിയർലെസ് ആണോ? മിഡിൽ ഓപ്ഷൻ ആണ്. മിഡിൽ ഓപ്ഷൻ ആണ് അഡ്വഞ്ചർ. ഫിയർലെസ് ആണോ ഫുൾ ഓപ്ഷൻ? ഫുൾ ഓപ്ഷൻ. ഓക്കെ. അഡ്വഞ്ചറിനകത്ത് ഫീച്ചേഴ്സ് ആയിട്ട് എന്തൊക്കെയാ വരുന്നുണ്ടാവുക? അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. 4 ഡോർ പവർ വിൻഡോ, AC, പവർ സ്റ്റിയറിംഗ്, 2 എയർ ബാഗ്സ്, 2 എയർ ബാഗ്, ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ സൈഡ് മിറർ, കമ്പനി സ്റ്റീരിയോ. ഓക്കെ. ഓട്ടോമാറ്റിക് ആയതിനെ കൊണ്ട് കമ്പനി സ്റ്റീരിയോ ഹർമൻ അല്ലേ? ഹർമൻ ഓഡിയോ സിസ്റ്റം ആയിരുന്നു. ഹർമൻ്റെ ഓഡിയോ സിസ്റ്റം തന്നെ. ട്രാൻസ്മിഷൻ വരുന്നത് ഓട്ടോമാറ്റിക്കലി MT ആണ് വരുന്നത്. മൈലേജ് ഒക്കെ എത്ര കിട്ടുന്നുണ്ടോ? 13. കമ്പനി 18 ആണ് പറയുന്നത്. അത്യാവശ്യം ഓടിച്ചു നോക്കുമ്പോൾ മൈലേജ് എന്തായാലും കിട്ടുന്നുണ്ട്. 15 to 18 എന്തായാലും കിട്ടുന്നുണ്ട്. ആ റേഞ്ചിൽ മൈലേജും കിട്ടുന്നുണ്ടല്ലേ? 2021 വണ്ടിയാണ്. റേറ്റ് എത്ര വരുന്നത്? 735. 735. ലോണൊക്കെ എത്ര കിട്ടുന്നുണ്ടാവും? ലോണ് മാക്സിമം തന്നെ ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഇനി പുതിയ വണ്ടിക്ക് ഇപ്പൊ 21 വണ്ടിയാണ്. പുതിയ വണ്ടിക്ക് എത്ര രൂപ വരുന്നുണ്ടാവും? 10 ഒക്കെ വരുന്നുണ്ടോ? 10 ഒക്കെ വരുന്നുണ്ട്. ഓക്കെ. അപ്പൊ എടുക്കുന്ന ആൾക്ക് വെർത്താണ്. 2 ലക്ഷം രൂപ. 2 വർഷത്തെ വാറണ്ടിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. കിലോമീറ്റർ അധികം ഓടിയിട്ടും ഇല്ല. ഇത് 2020 മോഡല് എസ് വേരിയന്റ്. സിംഗിൾ ഓണർ 20,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. റേറ്റ് വരുന്നത് 7,50,000. നോർമൽ പെട്രോൾ അല്ലേ? ആ, നോർമൽ പെട്രോൾ. 1.2 ലിറ്റർ എഞ്ചിന് വരുന്ന ഏകദേശം ഒരു 15 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. 2 എയർ ബാഗ് വരുന്നുണ്ട്. മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് വീല് വരുന്നുണ്ട്. എസ് എന്നുള്ളത് SX ഓപ്ഷനും SX-നും തൊട്ട് താഴെയുള്ള വേരിയന്റ് ആണ്. മിഡിൽ ഓപ്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. മിഡിൽ ഓപ്ഷൻ അത്യാവശ്യം നല്ല നീറ്റാണ്. ഇന്റീരിയറും കാര്യങ്ങളൊക്കെ. റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ഹിസ്റ്ററി അങ്ങനെ ഒന്നുമില്ല വണ്ടിക്ക്. നീറ്റാണ്. സിംഗിൾ ഓണർ 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ആകെ 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. റേറ്റ് എത്ര ചോദിക്കുന്നത്? റേറ്റ് 7,50,000. ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ. 2021 റെനോൾട്ട് കൈഗർ മാനുവൽ. നോർമൽ എഞ്ചിനാണ്. ടർബോ ഒന്നുമില്ല. മാനുവൽ നോർമൽ. RXT ഓപ്ഷനിൽ പറഞ്ഞ വേരിയന്റ് ആണ് വരുന്നത്. RXT ഓപ്ഷൻ എന്നുള്ള വേരിയന്റ്. പുതിയ വണ്ടിക്ക് 9 ലക്ഷത്തോളം വരുന്നുണ്ട്. 9 ലക്ഷത്തോളം പുതിയ വണ്ടിക്ക് റേറ്റ് വരുന്നുണ്ട്. 2022 വണ്ടി അല്ലേ? 2021, 22 രജിസ്ട്രേഷൻ. 2022 മോഡൽ റെനോൾട്ട് കൈഗർ ഓട്ടോമാറ്റിക്. ഏത് വേരിയന്റിലാ? ഇത് RXT വേരിയന്റ്. RXT എന്നുള്ള മിഡിൽ ഓപ്ഷൻ അല്ലേ വരിക? അല്ല, ഫുൾ ഓപ്ഷൻ നേരത്തെ ആയുള്ളത്. സൈഡിൽ AC ഉണ്ടാവും, പവർ സ്റ്റിയറിംഗ് ഉണ്ടാവും, സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ട്, 2 എയർ ബാഗ്സ് വരുന്നുണ്ടാവും, റിവേഴ്സ് ക്യാമറ, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ സൈഡ് മിറേഴ്സ്, ഫോഗ് ലാമ്പ്, അങ്ങനെ അത്യാവശ്യം വേണ്ടുന്ന എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. സെക്കൻഡ് റോൾ ആംറസ്റ്റ് വരുന്നുണ്ട്. റിയർ AC വെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം ഉണ്ടല്ലേ? അത്യാവശ്യം നല്ല സ്പേഷ്യസ്, കംഫർട്ടബിൾ ആയിട്ടുള്ള നല്ല സേഫ്റ്റി ഉള്ള ഒരു കോമ്പാക്ട് SUV. പുതിയ വണ്ടിക്ക് എത്ര റേറ്റ് വരുന്നുണ്ടാവും? ഈ റേറ്റ് വരുന്നത് ഏകദേശം 9.5 ലക്ഷം രൂപയ്ക്ക് അടുത്താണ്. ഈ ഒരു കൈഗർ കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? 15,000 കിലോമീറ്റർ ഓടി. സിംഗിൾ ഓണർ വണ്ടി. ഓട്ടോമാറ്റിക് ആണ്. റേറ്റ് വരുന്നത് എത്ര? 7,20 വരെ. 7,20 ഉള്ളൂ. അതായത് 1 വർഷം കൊണ്ട് 2 വർഷം കൊണ്ട് 2 ലക്ഷം കിലോമീറ്ററിന് 2 ലക്ഷം രൂപയ്ക്ക് പുറത്ത് റേറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചുള്ള വണ്ടികളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ നിങ്ങൾക്ക് അബ്ദുവിനെ വിളിക്കാവുന്നതാണ്. റേറ്റ് നമ്മൾ കുറയ്ക്കാം എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം കുഴപ്പമില്ല. പ്രത്യേകിച്ച് നിങ്ങളെ കസ്റ്റമേഴ്സ്, നിങ്ങളെ വീഡിയോസും കാര്യങ്ങളും കണ്ടുവരുന്ന കസ്റ്റമേഴ്സിനെ നമ്മൾ എന്തായാലും ട്രീറ്റ് ചെയ്തിരിക്കും. അപ്പോൾ വെറുതെ പറയുന്നതല്ല, എന്തായാലും അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കും. വാറണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പുറമെ നമ്മളെല്ലാ വണ്ടി ഇറക്കുന്ന, ഇപ്പൊ നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്ന വണ്ടികളെല്ലാം സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. പിന്നെ പോളിഷിങ്, ഇന്റീരിയർ ക്ലീനിങ് എല്ലാം ചെയ്ത് ഷോറൂം കണ്ടീഷൻ വണ്ടി എങ്ങനെ കിട്ടും അതേ ഒരു കണ്ടീഷനിൽ തന്നെ. പുതിയ വണ്ടി എടുക്കുന്ന പോലെ തന്നെ പഴയ വണ്ടി ഒരാൾക്ക് വിശ്വസിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടോ? അപ്പം ചെറുതായിട്ട് റേറ്റ് വ്യത്യാസം കാണാൻ വേണ്ടി പറ്റുന്നുണ്ടോ? അതിന് മെയിൻ റേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് വണ്ടി മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 രൂപയുടെ പോലും വർക്ക് എടുക്കേണ്ടി വരില്ല. ഒക്കെ വാറണ്ടിയിൽ കവേർഡ് ആയിരിക്കും എന്നുള്ളതിന്റെ വ്യത്യാസമാണ്. അപ്പോൾ ഇത്രയൊക്കെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞ മറ്റൊരു വീഡിയോ കാണുമ്പോൾ